ഇന്നത്തെ കഥ കേൾക്കാം നമുക്ക്. ആലീസും അമ്മൂമ്മയും. ആലീസിൻ്റെ മകളാണ് റോസ്. ഒരു ദിവസം റോസിൻ്റെ ജന്മദിനമെത്തി. ജന്മദിനത്തിന് സമ്മാനമായി അമ്മ അവൾക്കൊരു മോതിരം കൊടുത്തു. അവൾക്ക് ഒരുപാട് ഇഷ്ടമായ ആ മോതിരം. അതുകൊണ്ട് തന്നെ വിരലിൽ എപ്പോഴും ഇട്ടുകൊണ്ട് നടന്നു. ഒരു ദിവസം പുഴക്കരയിലേക്ക് വെള്ളമെടുക്കാൻ റോസ് പോയപ്പോൾ അവിടെ ഒരു അമ്മൂമ്മ ഇരിക്കുന്നു. അവളെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് ആ അമ്മൂമ്മ ഇരിക്കുന്നത്. കയ്യിലാണെങ്കിൽ വലിയൊരു ചാക്കുമുണ്ട്. പേടിച്ചു പോയ റോസ് വേഗം വീട്ടിലേക്ക് ഓടിപ്പോയി. വീടിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് റോസ് ആ കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ പിറന്നാളിന് അമ്മ നൽകിയ മോതിരം കാണാനില്ല. പുഴക്കരയിലെങ്ങാനും വീണു കാണും, അവൾ ഓർത്തു. അവളെ തുറിച്ചു നോക്കിയ അമ്മൂമ്മ കാണാതെ വേഗം പോയി മോതിരവും എടുത്തു തിരിച്ചു വരണം. അതും ചിന്തിച്ച് റോസ് പുഴക്കരയിലേക്ക് തന്നെ പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അമ്മൂമ്മ റോസിനെ പിടിച്ച് ചാക്കിലാക്കി. ചാക്കും കൊണ്ട് അമ്മൂമ്മ ഓരോ വീടുകളും കയറിയിറങ്ങി. ഓരോ വീടുകളിൽ എത്തുമ്പോഴും അമ്മൂമ്മ പറഞ്ഞു, പാട്ടുപാടുന്ന ചാക്കേ, മാന്ത്രിക ചാക്കേ, പാട്ടുപാടിയില്ലെങ്കിൽ നിന്നെ ഞാൻ പുഴയിൽ തള്ളും. പേടിച്ചുപോയ റോസ് പാട്ടുപാടി. അന്നൊരു നാളിൽ മകൾക്കു മോതിരം അമ്മ കൊടുത്തല്ലോ, അതുപോയപ്പോൾ അമ്മയും അവളും ഒറ്റയ്ക്കായല്ലോ. പാട്ടുപാടുന്ന മാന്ത്രികച്ചാക്ക് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ അമ്മൂമ്മയ്ക്ക് പണവും നൽകി. അങ്ങനെ നടന്ന് അമ്മൂമ്മ റോസിൻ്റെ വീട്ടിലുമെത്തി. ചാക്കിൽ നിന്നുള്ള പാട്ട് കേട്ടപ്പോൾ റോസിൻ്റെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. ചാക്കിനകത്ത് തൻ്റെ മകളാണെന്ന്. ഒന്നും അറിയാത്ത ഭാവത്തിൽ ആലീസ് പറഞ്ഞു, ഒരുപാട് നടന്നു ക്ഷീണിച്ചു വന്നതല്ലേ അമ്മൂമ്മ, ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പോകാം. ഇത് കേട്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ തന്നെ സമ്മതിച്ചു. രാത്രിയായപ്പോൾ അമ്മൂമ്മ ഉറങ്ങി. ഈ സമയത്ത് ആലീസ് വന്ന് ചാക്കഴിച്ച് തൻ്റെ മകളെ പുറത്തിറക്കി. വിശന്നു തളർന്നിരിക്കുന്ന അവൾക്ക് ഭക്ഷണം കൊടുത്ത് ഉറക്കി. എന്നിട്ട് ആ ചാക്കിൽ ഒരു പട്ടിയെ കെട്ടിവെച്ചു. പിറ്റേന്ന് വീട്ടിൽ നിന്നിറങ്ങി ചന്തയിലെത്തിയപ്പോൾ അമ്മൂമ്മ ചാക്കിനോട് പാടാൻ പറഞ്ഞു. ചാക്കിൽ നിന്നാണെങ്കിലോ നായ കുരയ്ക്കുന്ന ശബ്ദവും. റോസ് അമ്മൂമ്മയെ പറ്റിക്കുകയാണെന്ന് കരുതി അമ്മൂമ്മ ഉടനെ ചാക്കഴിച്ചു. തുറന്നു നോക്കിയപ്പോൾ അമ്മൂമ്മയുടെ മുഖത്തേക്ക് ആ നായ ചാടിക്കടിച്ചു. അമ്മൂമ്മയുടെ കള്ളത്തരം മനസ്സിലാക്കിയ നാട്ടുകാർ അവിടെ നിന്ന് അടിച്ചോടിച്ചു. പിന്നീട് ആരും അമ്മൂമ്മയെ കണ്ടിട്ടില്ല.